Hi friends, welcome back to our channel Physics Tutorial. Today we are going to continue the question paper discussion of plus 1 physics. Last class we discussed ചെയ്തിരുന്നത് mechanical properties of fluids ന്റെ ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിലെ രണ്ട് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. We can start with a 5-mark question. The question is, the flow of an ideal fluid in a pipe of varying cross section is shown below. അതായത് ഇവിടെ ഒരു പൈപ്പ്, അതായത് വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പിലൂടെ ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഡയഗ്രാമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഹിയർ ഏരിയ, പ്രഷർ, വോളിയം ആൻഡ് ഹൈറ്റ്, ഓൾ ദീസ് ആർ മാർക്ക്ഡ് ഹിയർ. ഓക്കെ, ഇനി the first question is state and prove Bernoulli's principle. Bernoulli's principle സ്റ്റേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ദാറ്റ് വി ആർ ഗെറ്റിംഗ് 4 marks. അപ്പോൾ അതിന് 4 മാർക്കാണുള്ളത്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫ്ലൂയിഡ് ദാറ്റ് ഒബേ Bernoulli's principle. അതായത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫ്ലൂയിഡ് ദാറ്റ് ഒബേ Bernoulli's principle. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് Bernoulli's പ്രിൻസിപ്പിൾ. എന്താണ് Bernoulli's പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. മാത്രമല്ല ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു 4 മാർക്ക് ക്വസ്റ്റ്യനും കൂടിയാണ് Bernoulli's പ്രിൻസിപ്പിൾ. ഈ ചാപ്റ്ററിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നൊരു പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് Bernoulli's പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. നമ്മളൊരു ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ സ്ട്രീം ലൈൻ ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതായത് ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള നോൺ വിസ്കസ് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് അല്ലേ. അപ്പോൾ അത്തരം ഒരു ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ സ്ട്രീം ലൈൻ ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരു സ്ട്രീം ലൈൻ ഫ്ലോയുടെ കേസിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രീം ലൈൻ ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ഇവയുടെ സം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് Bernoulli's പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രമാത്രം കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി അതിനൊന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് പ്രഷർ, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ഇവയെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? പ്രഷറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? പി എന്ന് എഴുതാം അല്ലേ. സോ പി പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? 12mv² ആണ് ബൈ യൂണിറ്റ് വോളിയാണ്. അപ്പോൾ വി എന്ന് എഴുതിയാലും മതി. ഈ 2 വിയും കൂടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡെൽറ്റ വി എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ 12mv² ബൈ ഡെൽറ്റ വി എന്ന് പറയുന്നതാണ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് എന്തെഴുതാം? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? mgh ആണ് അല്ലേ. സോ mgh ബൈ ഡെൽറ്റ വി ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആയില്ലേ? അതായത് പി പ്ലസ് 12mv² ബൈ ഡെൽറ്റ വി പ്ലസ് mgh ബൈ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതാണ് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് Bernoulli's പ്രിൻസിപ്പിൾ. ഇനി നമുക്കിതിന് ചെറിയൊരു മാറ്റം വരുത്തി എഴുതാം. അതായത് ഇവിടെ എം ബൈ ഡെൽറ്റ വി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാസ് ബൈ വോളിയം അല്ലേ, അത് ഡെൻസിറ്റിക്ക് ഈക്വൽ അല്ലേ. സോ റോ എന്ന് എഴുതാമല്ലോ. അതായത് എം ബൈ ഡെൽറ്റ വിക്ക് പകരമെല്ലാം ഡെൻസിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 ഇക്വേഷൻസിനകത്തും എന്താണ് മാറ്റം വരിക നോക്കി നോക്കൂ. പ്രഷർ അതുപോലെ തന്നെ എഴുതാം, ദാറ്റ് ഈസ് പി പ്ലസ് ഇവിടെ എന്താണ് വരുന്നത്? ഹാഫ്, അത് കഴിഞ്ഞാൽ എം ബൈ ഡെൽറ്റ വിക്ക് പകരം എന്താ എഴുതാം? റോ എന്ന് എഴുതാം. സോ ഹാഫ് റോ v². ഓക്കെ, അതായത് ഹാഫ് റോ v² പ്ലസ് ഇനി എം ബൈ ഡെൽറ്റ വിക്ക് പകരം ഇവിടെ റോ എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ gh. സോ റോ gh ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി മാറി? പി പ്ലസ് ഹാഫ് റോ v² പ്ലസ് റോ gh ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് ഇന്ന് Bernoulli's പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. അപ്പോൾ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? Bernoulli's principle state that as we move along a streamline, the sum of the pressure,
the kinetic energy per unit volume and the potential energy per unit volume remains a constant. Okay, I will repeat. Bernoulli's principle states that as we move along a streamline, the sum of pressure, the kinetic energy per unit volume and the potential energy per unit volume remains constant. So equation is P plus half rho V square plus rho GH is equal to a constant. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇക്വേഷൻ എഴുതുക, എന്നിട്ട് എം ബൈ ഡെൽറ്റ വിക്ക് പകരം റോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ? ഇനി പ്രൂഫിലേക്ക് പോവാം. നൗ വി ഹാവ് ടു പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യണം നോക്കാം. അതിനാദ്യം തന്നെ ഡയഗ്രാം ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം ഡയഗ്രാം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, എന്നാലും എങ്ങനെയാണ് ഡയഗ്രാം വരച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു വേരിങ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പാണ് ഇത്. ഈ പൈപ്പിൻ്റെ രണ്ട് സൈഡിൽ, അതായത് ഇതൊരു റീജിയൻ 1ഉം ഇത് റീജിയൻ 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ റീജിയൻ 1ലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A1 ആണ്, റീജിയൻ 2വിലുള്ളത് A2 ആണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന പ്രഷർ P1, റീജിയൻ 1ലുള്ള പ്രഷർ P1, ദെൻ റീജിയൻ 2ൽ P2 ആണ്. ദെൻ വെലോസിറ്റി V1, ദെൻ കറസ്പോണ്ടിങ് വെലോസിറ്റി ഇൻ റീജിയൻ 2 ഈസ് V2. ദെൻ നമുക്കിവിടെ കാണാനുള്ളത്, ഇവിടെ H1 എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ് നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ടുള്ളത്. കാരണം ഇതാണ് ബേസിൽ നിന്ന് H1 എന്ന് പറയുന്ന ഹൈറ്റാണ് റീജിയൻ 1ൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ H2 ഹൈറ്റിലാണ് റീജിയൻ 2ൽ ഇരിക്കുന്നത്. റീജിയൻ 1ലും റീജിയൻ 2ലുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ ടോട്ടൽ ആയിരിക്കും, അതായത് W1 പ്ലസ് W2 ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഈ വർക്കാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് എനർജി തിയറം യൂസ് ചെയ്തുകൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്രയും ചെറിയൊരു കൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, രണ്ട് ക്രോസ് സെക്ഷൻസിൽ ആദ്യത്തെ റീജിയനിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ കാണുന്നു, രണ്ടാമത്തെ റീജിയനിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ കാണുന്നു. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വർക്ക് ആയിരിക്കും എന്ത്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണെന്നുള്ളതൊന്ന് എഴുതിയതിന് ശേഷം നമുക്കതിന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഇക്വേഷനിലേക്ക്, അതായത് നമ്മുടെ പ്രൂഫിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ള ക്രോസ് സെക്ഷനിൽ നമുക്ക് ഇവിടെ കാണാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, A1 എന്ന് പറയുന്ന റീജിയൻ, അതായത് A1 എന്ന് പറയുന്ന സൈഡിൽ ഇത് റീജിയൻ 1 ആണ്, ഇത് റീജിയൻ 2 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി V1 ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം, അതായത് ഡെൽറ്റ T1 എന്ന് പറയുന്ന ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്, ഇതൊരു ഐഡിയൽ ഫ്ലൂയിഡാണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ x1 ആണ്. അതായത് അറ്റ് എ ടൈം ഡെൽറ്റ T1 ദ ലിക്വിഡ് ഫ്ലോസ് അറ്റ് എ ഡിസ്റ്റൻസ് ഡെൽറ്റ x1. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ദ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ഇൻ റീജിയൻ 1 എങ്ങനെ കാണാൻ പറ്റും, അതായത് ഈ റീജിയൻ 1ൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ എങ്ങനെ കാണാൻ പറ്റും. അതായത് വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F1 ആണ്. ദെൻ ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, ഡെൽറ്റ x1 ആണ്. അപ്പോൾ വർക്ക് കാണാമല്ലോ, W1 ഇസ് ഈക്വൽ ടു F1 ഡോട്ട് ഡെൽറ്റ x1 ആണ്. ക്ലിയർ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. സോ F1 ഡോട്ട് ഡെൽറ്റ x1 ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ കൊണ്ടാണ് ഇവിടെ ഫോഴ്സ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഈ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് നോക്കി നോക്കും. ഇവിടുത്തെ പ്രഷർ പറഞ്ഞാൽ ഈ ഡയറക്ഷനിലല്ലേ വരുന്നത് പ്രഷർ. ഓക്കെ, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതും ഈ ഡയറക്ഷനിലാണുള്ളത്, രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് F1 ഇസ് ഈക്വൽ ടു P1 ഇൻറ്റു A1 എന്ന് എഴുതാമല്ലോ, P1 A1 എന്ന് എഴുതാം. ഓക്കെ, അതായത് F1 ഇസ് ഈക്വൽ ടു P1 A1 ആണ്. അപ്പോൾ പ്രഷർ ഏത് ഡയറക്ഷനിലാണ് വരുന്നത്, ഈ ഡയറക്ഷനിലാണ്, അതേ ഡയറക്ഷനിലാണ് ഡെൽറ്റ x1 ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ് വരിക, 0 ആണ് വരിക. അപ്പോൾ ഇവിടെ F1 ഡെൽറ്റ x1 cos 0 അല്ലേ വരുന്നത്, cos 0 എത്രയാണ്, 1 ആണ്. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് F1 ഇൻറ്റു ഡെൽറ്റ x1. കാര്യം മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ F1 ഡോട്ട് ഡെൽറ്റ x1നെ നമുക്ക് എങ്ങനെ എഴുതാം, F1 ഇൻറ്റു ഡെൽറ്റ x1 എന്ന് എഴുതാം. കാരണം ഇവിടെ വരുന്ന ആംഗിൾ തീറ്റ ഇസ് 0. അപ്പോൾ cos 0 1 ആയതുകൊണ്ട് നമുക്ക് F1 ഇൻറ്റു ഡെൽറ്റ x1 എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ മനസ്സിലായല്ലോ. വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, F1 ഇൻറ്റു ഡെൽറ്റ x1 ആണ്. ഇനി നമുക്ക് ഫോഴ്സിനെ നമുക്ക് ഏത് ടേംസിലേക്ക് എഴുതാം, പ്രഷറിൻ്റെ ടേമിൽ എഴുതാം അല്ലേ. ഇവിടെ പ്രഷർ ചേഞ്ച് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് അല്ലേ, ഇവിടെ ഫോഴ്സ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എഴുതാം, ഫോഴ്സിനെ നമുക്ക് P1 ഇൻറ്റു A1 എന്ന് എഴുതാമല്ലോ. ഇനി ദാറ്റ് ഇൻറ്റു ഡെൽറ്റ x1 എന്ന് എഴുതി. ഇനി ഈ ഡെൽറ്റ x1 ഇൻറ്റു A1 എന്ന് പറയുന്നത് നോക്കി നോക്കൂ. A1 എന്ന് പറയുന്നത് ഈ ഏരിയയാണ്,
ഡെൽറ്റ എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയ ഇൻറ്റു ദിസ് ലെങ്ത്, അപ്പോൾ അതെന്താ കിട്ടുക? ഇത് വോളിയല്ലേ. അപ്പോൾ ഈ A1 ഡെൽറ്റ എക്സ് വണ്ണിന് പകരം ഡെൽറ്റ വി എന്ന് കൊടുത്തൂടെ, വോളിയം എന്ന് കൊടുത്തൂടെ. സോ ഹൗ വി ക്യാൻ റൈറ്റ്, അതായത് W1 ഇസ് ഈക്വൽ ടു P1 ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ W1 ഇസ് ഈക്വൽ ടു F1 ഡോട്ട് ഡെൽറ്റ എക്സ് വണ്ണിന് നമ്മൾ F1 ഡെൽറ്റ എക്സ് വൺ എന്ന് എഴുതി. അതിൽ ഫോഴ്സ് എന്ന് പറയുന്നതിന് P1A1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഇൻറ്റു ഡെൽറ്റ എക്സ് വൺ ആണ്. ഇനി ഏരിയ ഇൻറ്റു അതായത് ലെങ്ത് ആണിത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാം? വോളിയം എന്ന് എഴുതാം. സോ W1 ഇസ് ഈക്വൽ ടു P1 ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ റീജിയൻ 2 ഉണ്ടാവുന്ന വർക്ക് ഡൺ ഒന്ന് കാണണം. അപ്പോൾ റീജിയൻ 2 ഉണ്ടാവുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഡെൽറ്റ X2 എന്ന് പറയുന്ന ഒരു ടൈം ഇൻ്റർവെല്ലിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ X2 ആണ്. ഡെൽറ്റ T2 എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡെൽറ്റ X2 ആണെന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എങ്ങനെ കാണാം? വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ഇൻ റീജിയൻ 2 എങ്ങനെ കാണാൻ പറ്റും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F2 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ X2 ആണ്. സോ F2 ഇൻറ്റു ഡെൽറ്റ X2 എന്ന് എഴുതാം. ഇനി കാണേണ്ടത് ഇവിടെ ഡോട്ടാണ്. അപ്പോൾ ആംഗിൾ എത്രയാണെന്നുള്ളത് നോക്കണം. ഇവർക്ക് ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ നോക്കി നോക്കൂ. P2 എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, ഇൻസൈഡാണ് ആക്ട് ചെയ്യുന്നത്. ഡെൽറ്റ X2 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഡെൽറ്റ X2ഉം P2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഫോഴ്സ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. കോസ് 180 എത്രയാണ്? -1 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? F2 ഡോട്ട് ഡെൽറ്റ X2ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? F2 ഇൻറ്റു ഡെൽറ്റ X2 എന്ന് എഴുതാം. പക്ഷേ ദാറ്റ് വിൽ ബി മൈനസ്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? F2 ഇൻറ്റു ഡെൽറ്റ X2ൽ നമുക്ക് ഇതിന് പകരം എന്ത് എഴുതണം? -P2A2 എന്ന് എഴുതാം ഇൻറ്റു ഡെൽറ്റ X2. കാരണം മനസ്സിലായല്ലോ, കാരണം ഇവിടെ കോസ് 180 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവാണ്. ഇനി W2 അപ്പോൾ എന്തായിട്ട് മാറി? -P2 ഡെൽറ്റ വി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് W1ഉം W2ഉം കിട്ടിയിട്ടുണ്ട്. ഇനി ടോട്ടൽ വർക്ക് കാണാമല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? W1 പ്ലസ് W2 കണ്ടാൽ മതി അല്ലേ. സോ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു W1 പ്ലസ് W2 ആണ്. അപ്പോൾ W1 എത്രയായിരുന്നു? P1 ഡെൽറ്റ വി ആണ്, പ്ലസ് W2 ഇസ് -P2 ഡെൽറ്റ വി. ആഡ് ചെയ്യാം. കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഡെൽറ്റ വി ആണ്. സോ ഡെൽറ്റ വിയെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ P1 - P2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് ഡൺ കിട്ടിയിട്ടുണ്ട്. P1 - P2 ഇൻറ്റു ഡെൽറ്റ വി ആണ്. ദിസ് ഈസ് ടോട്ടൽ വർക്ക് ഡൺ W. ഇനി ചെയ്യേണ്ടത് എന്താണ്? അടുത്ത കേസിൽ നമുക്ക് ഈ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. അതായത് വർക്ക് എനർജി തിയറം അവിടെ അപ്ലൈ ചെയ്യാണ്. നമുക്ക് ആദ്യം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും ഒന്ന് കണ്ടതിന് ശേഷം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ? അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇങ്ങനെ കാണാം. ഡെൽറ്റ K ഇസ് ഈക്വൽ ടു ½ m v2² - ½ m v1² ആയിരിക്കും അല്ലേ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതാം? mgh2 - mgh1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് W ഇസ് ഈക്വൽ ടു ഡെൽറ്റ K പ്ലസ് ഡെൽറ്റ U എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? Wന് പകരം P1 - P2 ഇൻറ്റു ഡെൽറ്റ V ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു m v2² minus ½ m v1² പ്ലസ് mgh2 മൈനസ് mgh1 എന്ന് കിട്ടും. ഡെൽറ്റ കെയുടെയും ഡെൽറ്റ യുവിൻ്റെയും വാല്യൂസ് ഇക്വേഷൻസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അതിനെ നമ്മൾ എമ്മിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് എമ്മിനെ നമുക്ക് മാസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. കാരണം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണല്ലോ. അപ്പോൾ എമ്മിൻ്റെ ടേം നമുക്ക് ഓൾറെഡി ഇക്വേഷനിൽ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? എമ്മിനെ മാറ്റിയിട്ട് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് മാറ്റി, അതായത് m ഇസ് ഈക്വൽ ടു റോ വി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും നോക്കി നോക്കൂ. അതായത് ഫസ്റ്റ് ടേമിൽ മാറ്റമൊന്നുമില്ല, കാരണം P1 - P2 ഇൻറ്റു ഡെൽറ്റ വി ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? റോ ഡെൽറ്റ വി, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു v2². അങ്ങനെ എം കാണുന്നിടത്തെല്ലാം റോ ഡെൽറ്റ വി കൊടുക്കുക. അപ്പോൾ -½ റോ ഡെൽറ്റ വി ഇൻറ്റു v1² പ്ലസ് എന്ത് വരും? റോ ഡെൽറ്റ വി ഇൻറ്റു gh2 മൈനസ് റോ ഡെൽറ്റ വി ഇൻറ്റു gh1. ഓക്കെ, സോ ഇവിടെ എന്തായിട്ട് മാറും? ഇവിടെ h1 ആണ്. സോ റോ gh1 എന്ന് കിട്ടി. അടുത്ത ടേം എന്തായിട്ട് മാറും? ഇതിനകത്ത് ഡെൽറ്റ വി എന്ന് പറയുന്ന ടേം നോക്കി നോക്കൂ. എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്നല്ലേ. അപ്പോൾ അതൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാലോ. ഡെൽറ്റ വി ഹിയർ ഡെൽറ്റ വി എഗെയിൻ ഓൾ ദീസ് ഡെൽറ്റ വി എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ റിമൈനിങ് ടേംസ് എന്തൊക്കെയാണ്? P1 - P2 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു റോ v2² മൈനസ് ½ റോ v1² പ്ലസ്
റോ ജി എച്ച് ടു മൈനസ് റോ ജി എച്ച് വണ്ണിന് ഈക്വലാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് 1ൻ്റെ ടേംസിനെല്ലാം LHSൽ എഴുതുക, 2ൻ്റെ ടേംസിനെല്ലാം RHSലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എന്താ കിട്ടുന്നത്? 1ൻ്റെ ടേം ഏതൊക്കെയാണ് വരുന്നത്? P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി എച്ച് വൺ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ, ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ടു. അപ്പോൾ ഈ രണ്ട് ടേംസും, അതായത് 1ൻ്റെയും ടേംസിൻ്റെയും 1ൻ്റെയും 2ൻ്റെയും ടേംസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇനി LHSും RHSും നോക്കി നോക്കൂ. ഇവിടെ P1 ഉണ്ട്, ഇവിടെ P2 ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എന്ന് എഴുതാം? P എന്ന് എഴുതാം. ഹാഫ് റോ V1 സ്ക്വയർ, ഇവിടെ ഹാഫ് റോ V2 സ്ക്വയർ ആണ്. സോ ഹാഫ് റോ V സ്ക്വയർ എന്ന് പറയുന്നതിനെ കോമൺ ആയിട്ട് എഴുതാം. ഇവിടെ റോ ജി എച്ച് വൺ ഉണ്ട്, ഇവിടെ റോ ജി എച്ച് ടു ഉണ്ട്. അപ്പോൾ അതായത് റോ ജി എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ എന്ന് പറയുന്നത് P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? അതായത് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത്രയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.